ഇന്ന് നമുക്കൊരു ചെറിയ വ്ളോഗായാലോ? ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഫാമിലി ആയിട്ട് മൂന്നാർ വരെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ എറണാകുളം വഴിയാണ് മൂന്നാർ പോകുന്നത്. ഇപ്രാവശ്യം അവിടെ പണി നടക്കുന്നത് കൊണ്ട് ബ്ലോക്ക് ആയിരിക്കുമെന്ന് കരുതി കുറ്റിക്കാനം വഴി പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആ യാത്ര വെറുതെ ആയില്ല കേട്ടോ. ചെറിയ മഴയും ആ സ്ഥലത്തിൻ്റെ വൈബും എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ അവിടുന്ന് നേരെ ഹോം സ്റ്റേയിലേക്കാണ് പോയത്. സാധാരണ ഞങ്ങൾ റൂം എടുക്കുന്നത് മൂന്നാർ ടൗണിൽ തന്നെ ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ പോയത് ശനിയും ഞായറും ദിവസങ്ങളായതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാ ഹോട്ടലുകളും ബുക്കിംഗ് ആയിരുന്നു. അത് കാരണം നോക്കിയപ്പോൾ കിട്ടിയത് കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള ഒരു ഹോം സ്റ്റേ ആയിരുന്നു കിട്ടിയത് നമുക്ക്. അതും നല്ലതായി കേട്ടോ. അതിന് തൊട്ട് താഴെ കൂടെ തന്നെ ഒരു ആറ് ഒഴുകുന്നുണ്ട്. ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വിഷ്വൽസാണ് ഇത്. ബാൽക്കണിയിൽ നിന്നാൽ ഇങ്ങനെ ആ ആറിങ്ങനെ ഒഴുകുന്നത് കാണാൻ പറ്റും. ഇത് ആ ആറിൻ്റെ അടുത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇതിലേക്കൂടെ ഇറങ്ങിയാൽ നമുക്ക് ആറിൻ്റെ അടുത്ത് ചെല്ലാം. ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ആറിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. അന്ന് ചെറിയ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് പോകാൻ മടിച്ച്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആറ് കാണാൻ ഇറങ്ങിയതിൻ്റെ വിഷ്വൽസാണ് ഇതെല്ലാം. ഹിബ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഹിബയ്ക്ക് ഈ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെള്ളം നല്ല പേടിയുള്ള ആളാണ്. ഞാൻ ദൂരെ നിൽക്കത്തതേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് മൂന്നാറിന് തിരിച്ചു. മൂന്നാർ ചെന്നെങ്കിലല്ലേ നമുക്ക് വേറെ പോകാൻ പറ്റും. അവിടുന്ന് നമ്മൾ നേരെ പോയത് മാട്ടുപ്പെട്ടിയിലേക്കായിരുന്നു. മാട്ടുപ്പെട്ടിയിൽ നിന്നും പിന്നെ എക്കോ പോയിന്റിലേക്കും പോയി. എക്കോ പോയിന്റിൽ നിന്നുള്ള വിഷ്വൽസാണ് ഇത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ നമ്മൾ ഉറക്കെ ഇങ്ങനെ കൂവുമ്പം ആ സൗണ്ട് തിരിച്ചു വരുമ്പോൾ ഉള്ള വൈബുണ്ടല്ലോ, അതും വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ അവിടെ ഇറങ്ങി കുറേ കൂവിയൊക്കെ നോക്കി അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഹിബയ്ക്ക് അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, പൂക്കളും ചെടികളും ഒക്കെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അത്യാവശ്യം ചെടിയൊക്കെ വളർത്തുന്ന ഒരാളാണ്. അങ്ങനെ അവിടെയും കയറി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. വൈകുന്നേരമായപ്പോഴേക്കും നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇരവികുളത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് വരെ മാത്രമേ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ പോയ വഴിക്ക് കണ്ട ഒരു വാട്ടർഫാളാണ് ഇത്. ഒരു പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ പാലത്തിൽ നിന്നുകൊണ്ട് കാണുന്ന വിഷ്വലായിട്ട് നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഈ വാട്ടർഫാൾ കാണാൻ പറ്റും. അതും ഒരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഫീലായിരുന്നു അത്. അങ്ങനെ നമ്മൾ നേരെ ഇരവികുളത്ത് എത്തിയിരിക്കുക. അവിടുന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് വേണം, അവിടെ ബസ്സിൽ കൊണ്ടുവന്ന് അവർ ഓരോ സ്ഥലത്ത് ഇറക്കും. അവിടുന്ന് നമ്മൾ നടന്ന് വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യവും പോകുമ്പം ഞാൻ മുകളിൽ വരെ പോകാറില്ല. പകുതി വരെ വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് കാലുവേദനിക്കുന്നേ എന്നും പറഞ്ഞിട്ട് ഞാൻ കരച്ചിലാവും. അങ്ങനെ തിരിച്ചു പോരുവാണ് ചെയ്യുന്നത്. ഇവിടെ ഇരവികുളത്ത് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഈ വരയാടിനെ കണ്ടിട്ടില്ല. ഇപ്രാവശ്യമാണ് അതുകൊണ്ട് വരയാടിനെ കാണുന്നത്. വരയാടിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം വരെ പോകണം, എൻഡ് വരെ പോകണം. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം വരയാടിനെയും കണ്ടിരിക്കുക. ഹിബായ്ക്ക് അതിൻ്റെ അടുത്തൂടെ പോകാൻ പേടിയുണ്ട്. എനിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ, അതിനെ ഇടിക്കുകയോ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു പേടി. എന്നിട്ട് ഹിബായ്ക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയും എടുക്കണം. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് ഹിബ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത്. അങ്ങനെ ഒന്നിനെയല്ല, ഒരുപാട് വരയാടുകളൊക്കെ ഉണ്ട്. നമ്മൾ അതിനടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും നടന്ന് മുകളിലോട്ട് പോയി. തൊട്ടടുത്ത് തന്നെയായിരുന്നു അതിൻ്റെ എൻഡെന്ന് പറയുന്നത്. അവിടെ പോയി അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴിക്കുള്ള വിഷ്വൽസാണിത്. തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും കോടയായി, ഒന്നും കാണാൻ വയ്യ മുന്നിലുള്ളത്. ഞാനൊക്കെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. കാരണമെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ ഇത് കാണാൻ പറ്റുന്നത്? നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അവർ സ്ഥിരമായി പോകുന്നതുകൊണ്ട് അവർക്ക് ആ വഴി അറിയാവുന്നത് കൊണ്ടാവും അവർക്ക് വിഷയമില്ലാത്തത്. അങ്ങനെ ഹിബയ്ക്കൊന്നും ഒരു പേടിയുണ്ടായിരുന്നില്ല. ഹിബ നല്ല സന്തോഷമായിട്ട് അതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്ന് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോഴേക്കും നമ്മൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ മറയൂരും കാന്തല്ലൂരും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു.
കാന്തള്ളൂരൊക്കെ തോട്ടം കാണാൻ പോയതാ. പക്ഷെ അവിടെ സീസൺ അല്ലാത്തത് കൊണ്ട് തോട്ടത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അടുത്തുള്ളൊരു തോട്ടത്തിൽ തൽക്കാലം കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം കറങ്ങി നടന്നു. അപ്പോൾ അവിടെ ചില ഫ്രൂട്ട്സും ഒക്കെ നിപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അവിടെ ആന കയറുമെന്ന് പറഞ്ഞവർ കേട്ടോ. കാട്ടാന വന്ന് അവരുടെ കൃഷികളൊക്കെ നശിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണ് അവർ വേലി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആന കയറിയതിൻ്റെ പാടുകളാണിത്. അപ്പോൾ ഒരു ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തന്നത്. നല്ലൊരു ചേച്ചിയായിരുന്നു, നല്ല സ്നേഹമുള്ളൊരു ചേച്ചി എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ ചെടികളും പിന്നെ അവിടെ കുറേ റോസുകളുണ്ടായിരുന്നു കേട്ടോ. റോസാപ്പൂവിൻ പല തരത്തിലുള്ളത്. ഞാൻ അവിടെ നിന്ന് കുറച്ച് കമ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. പക്ഷേ നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങ് വരെ വരുമ്പോഴേക്കും അത് ഉണങ്ങിയിരിക്കുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ചപ്പോഴത്തേനും അതിനകത്ത് വേരൊക്കെ വന്ന് ഇലകളൊക്കെ കിളിച്ചു തുടങ്ങിയതാണ്. അത് ഞാൻ കുഴിച്ച് വെക്കാനങ്ങ് മറന്നുപോയി. അങ്ങനെ അത് നശിച്ചു പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് അത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തപ്പം. പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് മൂന്നാർ വന്ന് അവിടുത്തെ ഗാർഡനിൽ പോയി. പണ്ടൊക്കെ ഗാർഡനിൽ പോകുന്ന സമയത്ത് അവിടെ 6 മണി വരെ കേറ്റത്തുള്ളായിരുന്നു. ഇപ്പം പക്ഷേ നൈറ്റും ഉണ്ട് അവിടെ, 8 മണി വരെയും ഉണ്ട്. അപ്പം ലൈറ്റും കാര്യങ്ങളും. ഞാനൊരു 4 വർഷം മുന്നെയാണ് മൂന്നാർ പോയത്, ഇതിനു മുന്നേ. പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ചീയപ്പാറ വാട്ടർഫോൾസ് കണ്ട്. മൂന്നാർ പോകുമ്പം ചീയപ്പാറ വാട്ടർഫോൾസ് കണ്ടില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടബോധമാണ്. അങ്ങോട്ട് പോയത് കുറ്റിക്കാനം വഴി കറങ്ങി നേരെ അങ്ങ് പോയത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചീയപ്പാറ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വന്നപ്പം ചീയപ്പാറ വാട്ടർഫോൾസിൽ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു മൂന്നാർ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ.